ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിൽ മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ പരിശുദ്ധമായ ഒരായത്താണ്. ഒട്ടേറെ ആശയഗർഭിതമായി നിൽക്കുന്ന ഒരായത്തെ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതിക്കേൽപ്പിച്ചത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം പൂർണ്ണമാകാനും അവൻ്റെ ജീവിത ലക്ഷ്യം പൂർണ്ണമായി നേടാനും സാധ്യമാകാൻ അള്ളാഹു നമുക്ക് ആദരപൂർവ്വം നൽകിയത് അള്ളാഹുവിൻ്റെ വിജ്ഞാനങ്ങളാണ്. സത്യത്തിലൊരു മനുഷ്യനെ പൂർണ്ണ ജീവിതത്തിൻ്റെ സമഗ്രമായ സ്വഭാവത്തിലേക്ക് മാറ്റിയെടുക്കാൻ, അയാളുടെ സ്വഭാവശുദ്ധിയിൽ, അയാളുടെ ജീവിത വ്യക്തിത്വത്തിലൊക്കെ പൂർണ്ണതയുണ്ടാകാൻ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നതും വിജ്ഞാനമാണ്. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും തമോമയമായ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായിരുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ ആദ്യം ലോകത്തോട് കൽപ്പിച്ചതും ആവശ്യപ്പെട്ടതും, ആ പരിശുദ്ധ റസൂലിൻ്റെ കർണപുടങ്ങളിൽ വന്ന് ആദ്യം അലച്ചു വീണ ഏറ്റവും പ്രധാനപ്പെട്ട വചനവും വായനയെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. വായിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നാണ്. അങ്ങ് വായിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ആവശ്യപ്പെടുകയാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച നാഥൻ. ഇഖ്റ വ റബ്ബുക്കൽ അക്രം, വായിക്കണം. വീണ്ടും അള്ളാഹു ആവർത്തിച്ചു പറയാണ്, വ റബ്ബുക്കൽ അക്രം, അങ്ങയുടെ നാഥൻ ഏറ്റവും ഔദാര്യനാണ്, വലിയ ഉദാരതയുള്ളവനാണ്, ഏറ്റവും ബഹുമാന്യനാണ്. എന്ന് മാത്രമല്ല, മനുഷ്യന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വ അല്ലമൽ ഇൻസാൻ, മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു. അവനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്നതോടൊപ്പം തന്നെ അവനറിയാത്ത ജ്ഞാനമേഖലകളെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു. നോക്കണം നിങ്ങൾ, ലോകത്ത് ഇതുപോലൊരു ഗ്രന്ഥവും വന്നിട്ടില്ല. അതായത് പരിശുദ്ധ ഖുർആൻ ഏറ്റവും ആദ്യം മനുഷ്യനോട് ആവശ്യപ്പെട്ടത് വായിക്കാനാണ്, പഠിക്കാനാണ്. മറ്റേത് ഗ്രന്ഥങ്ങളുടെയും അതിൻ്റെ അവതരണമോ അല്ലെങ്കിൽ അതിൻ്റെ രചനയിലോ അതിൻ്റെ തുടക്കത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒന്നും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. സാധാരണ ഖുർആനെ കുറിച്ചുള്ള ആരോപണങ്ങളിൽ ഒന്നാണ്, ഖുർആൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. യുദ്ധം എന്ന് പറയുന്ന മാരകമായ തിന്മയുടെ വളർച്ചയ്ക്ക് ആവശ്യമാകുന്ന ഏറ്റവും വലിയ പ്രചോദനമായി നിന്നത് ഖുർആനാണെന്നാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ ആദ്യം പറഞ്ഞത് യുദ്ധം ചെയ്യാനല്ല, വായിക്കാനാണ്, പഠിക്കാനാണ്, അന്വേഷിക്കാനാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഈ പ്രപഞ്ചമെന്ന ഈ വായനാ പുസ്തകം മുഴുക്കെ നിനക്ക് വായിക്കാം. ആ പുസ്തകം വായിക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്വാനങ്ങളിൽ ഒന്ന് ഈ വായനയാണ്, അന്വേഷണമാണ്. കേവലം ഒരു പുസ്തകം എടുത്ത് വായിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല അള്ളാഹു പറഞ്ഞു വച്ചത്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളും എല്ലാം അന്വേഷിച്ചു പോകുന്നവന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കണമെന്ന് പറയുന്നിടത്ത് അതൊരു ആധ്യാത്മികമായൊരു ഗ്രന്ഥപാരായണം എന്നതിനപ്പുറത്തേക്ക് അതൊരു ശാസ്ത്രീയമായ അന്വേഷണങ്ങളായി മാറുകയാണ്. അല്ലേ? ആകാശഭൂമികളെ കുറിച്ചുള്ള സൃഷ്ടി എങ്ങനെയാണ് ഒരു മനുഷ്യൻ അറിയേണ്ടത്? അവൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പഠിക്കേണ്ടത്? എന്താണ് ആകാശം എന്നറിയാൻ, അല്ലെങ്കിൽ ഭൂമി എന്താണെന്നറിയാൻ, അതിന്റെ സൃഷ്ടി വൈഭവം എന്താണെന്നറിയാൻ അവൻ അന്വേഷിച്ചു പോകണം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്, നിശ്ചയം ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. സയൻസ് ഉണ്ടെന്ന് അല്ലാഹു പറയുന്നു, അടയാളങ്ങളുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. എങ്ങോട്ടുള്ള അടയാളങ്ങളാണ്? ആ അടയാളങ്ങളെല്ലാം അല്ലാഹുവിലേക്കാണ്.
അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിന്റെ അപാരതയെ അറിയാൻ, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം അറിയാൻ, അള്ളാഹ് എന്ന മഅരിഫത്തിലേക്കുള്ള ബോധ്യത്തെ അറിയാൻ നിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു തന്നത് ഈ പ്രപഞ്ചമാണ്. എന്നിട്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അത് ശരിക്കും അറിയുന്നവൻ എന്ന് പറയുന്നത് അവൻ നിരന്തരം ദിക്ർ ചൊല്ലുന്നവനാണ്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. الذين يذكرون الله, അവർ നിരന്തരം ദിക്റിലാണ്. ഒരു സയന്റിസ്റ്റ് ദിക്റിലാകണം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം നോക്കൂ നിങ്ങൾ. നീ ആകാശഭൂമികളെ കുറിച്ചൊന്നും പഠിക്കണ്ട. നീ മതഗ്രന്ഥം എന്ന പേരിൽ പറയപ്പെട്ടിട്ടുള്ള ഇന്ന ഇന്ന പുസ്തകങ്ങൾ മാത്രമേ വായിക്കാവൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഖുർആൻ എന്നോ കാലഹരണപ്പെടുമായിരുന്നു. എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നമുക്കതിനെ തള്ളിയിടാമായിരുന്നു. പക്ഷേ എത്ര നൂറ്റാണ്ടുകളുടെ കാലാതീതമായി, സാർവദേശീയമായി, സാർവലൗകികമായി, സാർവജനീനമായി പരിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെട്ടു, നീ ആകാശവും ഭൂമിയും വായിക്കണം, നീ രാവും പകലും വായിക്കണം. ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ പ്രപഞ്ച വായനയിൽ സമയവും സ്ഥലവുമാണ്. സ്പേസ് ആൻഡ് ടൈം, സമയവും സ്ഥലവും. ആ സമയവും സ്ഥലവും വായിക്കണമെന്ന് പറയാൻ അല്ലാഹു. അത് വായിക്കുമ്പോൾ നീ എങ്ങനെയാണ് സൃഷ്ടമായതെന്ന്, ഈ പ്രപഞ്ചം എങ്ങനെയാണ് സൃഷ്ടമായതെന്ന് എല്ലാം അറിയും. അങ്ങനെ അറിഞ്ഞാൽ അല്ലദീന യദ്കുറൂനല്ലാഹ്, അപ്പൊ നിരന്തരമായി അള്ളാഹുവിനെ ഓർക്കുന്നവനായി മാറും. ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, കിടപ്പിലും ഇരിപ്പിലും നിൽപ്പിലുമെല്ലാം അല്ലാഹ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, എന്നിട്ട് പിന്നെയും ആകാശഭൂമികളെ കുറിച്ചുള്ള ചിന്തയിലേക്ക് പോകുന്നു അവൻ. എങ്ങനെയാണ് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടതെന്ന്, എങ്ങനെയാണ് ഈ രാവ് പകലുകൾ മാറി മാറി വരുന്നതെന്ന്, അങ്ങനെ ആഴമുള്ള ആലോചന വരുമ്പോ അവൻ ചിന്തിക്കാൻ തുടങ്ങും, ഇതൊരു വെറുതെ സൃഷ്ടിയല്ല, ഇതൊരു മിഥ്യയല്ല, ഇത് കേവലം ഒരു മായയാണെന്ന് പറയുന്ന ആളുകൾ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. പ്രപഞ്ചം ഒരു മിഥ്യയാണ്, ഞാൻ ഈ പ്രസംഗിക്കുന്നത് മിഥ്യയാവും, എന്റെ മുമ്പിലുള്ള മെയ്ക്ക് മിഥ്യയാണ്, അതൊരു സ്വപ്നാണ്, അതെല്ലാം മിഥ്യയാണ്. അങ്ങനെ പറയാൻ അള്ളാഹു പഠിപ്പിക്കുകയല്ല, മറിച്ച് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും വെറുതെയല്ല, ഇത് മിഥ്യയല്ല, ഇതിന്റെ ഉള്ളടക്കം നീയാണ്, ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് തിരിച്ചു പറയാനും തിരിച്ചു വരാനുമാണ് നീ എന്നോട് ആവശ്യപ്പെടുന്നത്. അവിടെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ചിന്തിക്കാനും പഠിക്കാനും ആവശ്യപ്പെടുന്നത്. ഈ ആയത്ത് വന്ന ദിവസത്തിന്റെ രാത്രിയിൽ മുഹമ്മദ് നബി ഉറങ്ങിയിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ രാത്രി അഷ്റഫുൽ ഖൽഖ് ആകാശങ്ങളിലേക്ക്, നക്ഷത്രങ്ങളിൽ കണ്ണുചുമ്മി നിന്ന് മുഹമ്മദ് നബി എത്രയോ കോടിക്കണക്കിന് വരുന്ന ഈ നക്ഷത്രങ്ങളുടെ താരാപഥങ്ങളുടെ ഉള്ളിലേക്ക് മുഹമ്മദ് മുസ്തഫയുടെ മനസ്സുടക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആരാധനാ നിമഗ്നനായി, ചിന്താനിമഗ്നനായി ഇരിക്കുന്നത് കണ്ടപ്പോ സയ്യിദുന ബിലാൽ വന്നു. എന്നിട്ട് ബിലാൽ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ, അങ്ങക്കെല്ലാം പൊറുക്കപ്പെട്ടയാളാണ്, കഴിഞ്ഞതും വരാനുള്ളതുമായ സകല പാപങ്ങളിൽ നിന്നും പൊറുക്കപ്പെട്ടവനായി വാഗ്ദത്തം ചെയ്യപ്പെട്ട, അങ്ങനെ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തയാളാണ്. അങ്ങെന്തിനാണോ ഈ രാത്രി മുഴുവനും നിദ്രാവിഹീനനായി ഇരുന്നത് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി വന്നത് ഇങ്ങനെയാണ്, ബിലാൽ, ഇന്ന് എന്നോട് എന്റെ റബ്ബ് ആവശ്യപ്പെട്ടത് ആലോചിക്കാനാണ്, ചിന്തിക്കാനാണ്, പഠിക്കാനാണ്. ഈ ആയത്ത് ഓതുന്ന ഒരാൾക്ക് ചിന്തയില്ലെങ്കിൽ അവനു നാശം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വരാൻ തുടങ്ങിയത് ഇതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അറിയണം, പഠിക്കാനും അന്വേഷിക്കാനുമുള്ള ഏറ്റവും വലിയ ആഹ്വാനം നൽകിയത് ഖുർആനാണ്. ആ അന്വേഷണങ്ങൾക്കപ്പുറത്തുള്ളത് ഒരു സമഗ്രമായ ഒരു ഇസ്ലാമിക ദർശനം എന്ന നിലയിൽ പരിശുദ്ധ ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ അവന്റെ ജീവിത നൈതികതയെക്കുറിച്ച് പറഞ്ഞു, അതിന്റെ രാഷ്ട്രീയം പറഞ്ഞു, അതിന്റെ സാമൂഹിക ചുറ്റുവട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു, എല്ലാം പറഞ്ഞു. എല്ലാം പറയുന്നില്ല എന്ന് പറയുന്നത് ഒരു ദർശനത്തിന്റെ ന്യൂനതയായിട്ടല്ലാതെ അതൊരു ദർശനത്തിന്റെ മികവായി കാണാൻ നമുക്ക് കഴിയില്ല. ഒരു ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഒരു രാജ്യം യുദ്ധം എന്ന് പറയുന്ന ഒരു പരിപാടിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് പറയാനാകോ? അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തിന്റെ സിംഹഭാഗം, നമ്മുടെ ബജറ്റിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് യുദ്ധമാണ്, പ്രതിരോധാവശ്യങ്ങളാണ്.
പക്ഷെ ഖുർആൻ ആദ്യമേ അങ്ങനെ ഒരു സംഭവം തുടങ്ങിയില്ല. കാരണം ഖുർആൻ അങ്ങനെ പറയാമായിരുന്നു വേണമെങ്കിൽ. എന്തുകൊണ്ടെന്നാൽ അവിടെ യുദ്ധമായിരുന്നു അവർക്ക് താല്പര്യം. ഗോത്രവർഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന യുദ്ധങ്ങളുടെ പേരിൽ തീരാത്ത പകയായി, കൊടിയ വിദ്വേഷത്തിന്റെയും പകയുടെയും പേരിൽ തലമുറകൾ പരസ്പരം യുദ്ധം ചെയ്ത് തീർത്തുപോയ ഒരു ജനതയുടെ മുമ്പിലേക്കാണ് ഖുർആൻ വരുന്നത്. അവരോട് തുടങ്ങാമായിരുന്നു. അവരെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവമാണ് പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ആ കുടില ഗോത്രവർഗ താല്പര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചിട്ട് പറയണം യുദ്ധം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഹാഷിമി ഗോത്രത്തിൽ ജനിച്ച ഞാൻ ഇന്ന ഗോത്രത്തിന്റെ പ്രത്യേകമായ കുടില താല്പര്യങ്ങളുണ്ട്, ആ താല്പര്യങ്ങൾ മുന്നിൽ വെക്കണമെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ തുടങ്ങാമായിരുന്നു മുഹമ്മദ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അള്ളാഹു പറഞ്ഞു തുടങ്ങിയത്. യുദ്ധമേ അവിടെ സംഭവിക്കുന്നേയില്ല എന്ന് മാത്രമല്ല, യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയില്ല. ആദ്യത്തെ 13 കൊല്ലം മുഹമ്മദ് നബിയോട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു, ഫഅഫു അൻഹും വസ്ഫഹ്, നബിയെ അവർക്ക് മാപ്പ് നൽകുകയും അവരെ വിട്ടേക്കൂ, അവരുടെ വിവരക്കേടിനെ അങ്ങ് അവഗണിച്ചു കളയൂ, അവരങ്ങയുടെ നേരെ നടത്തുന്ന ഈ ക്രൂരമായ മർദ്ദനങ്ങൾ, അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കു നേരെ നടത്തുന്ന ക്രൂരമായ മർദ്ദനങ്ങൾ, അങ്ങ് അതെല്ലാം അള്ളാഹുവിലേക്ക് മാത്രം ഭരമേൽപ്പിച്ചു നിൽക്കൂ. ഒരിക്കലും അവിടെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞില്ല. അതേസമയം ഒരു ഗ്രന്ഥം തുടങ്ങിയത് തന്നെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഇന്ത്യയുടെ ദാർശനിക മണ്ഡലത്തിൽ നിന്ന് ഒരിക്കലും ഭഗവത്ഗീതയെ മാറ്റിവെക്കാനാവില്ല. ഗീതക്ക് ഒരു ആത്മീക ദർശനം എന്ന നിലയിൽ ഇന്ത്യയുടെ ആത്മീക ചിന്താമണ്ഡലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു ഗ്രന്ഥം തന്നെയാണ് ഭഗവത്ഗീത. ഗീത നെഞ്ചടക്കി പിടിച്ചിരുന്ന ആളാണ് മഹാത്മജി. ഗീതയെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എഴുതിയ ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാനാവും. പക്ഷെ ഭഗവത്ഗീത എവിടുന്നാണ് തുടങ്ങിയത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. ഈ കുരുക്ഷേത്രത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്താണ് എന്റെ മക്കളും എന്റെ അനുജന്റെ മക്കളും പരസ്പരം കൊമ്പ് കോർക്കുന്ന സമയത്ത് എന്തു തോന്നുന്നു എന്ന ചോദ്യമാണ് ആദ്യ ശ്ലോകം. പിന്നെ അതിങ്ങനെ നിരന്തരം വിശദീകരിക്കുകയാണ്. അർജുനൻ വിഷാദം പൂണ്ട് തന്റെ ഗാന്ധീവം താഴെ വച്ച് ആ രഥത്തിൽ കുത്തിയിരുന്ന് ഞാൻ ആരോട് യുദ്ധം ചെയ്യണമെന്ന ചോദ്യം ചോദിക്കുകയാണ്. കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹ വരിസൂദന. ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? ഞാൻ എന്റെ പ്രിയപ്പെട്ട പിതാമഹന്റെ നേരെ എന്റെ ഈ അമ്പ് കുലക്കണമെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? എനിക്ക് ഈ ശസ്ത്രവിദ്യയെ, ഈ അസ്ത്രവിദ്യയെ പഠിപ്പിച്ചു തന്ന, ഈ അമ്പെയ്യാനും യുദ്ധം ചെയ്യാനും നൈപുണ്യത്തിലേക്ക് എനിക്ക് എത്തിക്കാനാവുന്ന വിധം എന്നെ ആ അർത്ഥത്തിലേക്ക് വലുതാക്കിയ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ മുമ്പിലേക്കാണോ ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? ദ്രോണാചാര്യർ അങ്ങനെ ചോദിക്കുമ്പോഴാണ് ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നേതത്വ യുപപദ്യതേ, ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിവെച്ച് നീ യുദ്ധം ചെയ്യണം. ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല. നിനക്ക് പറ്റിയതല്ലെന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരന്, ധീരനായ ഒരു ചെറുപ്പക്കാരന് ഈ വൈക്ലപ്യം പാടില്ല. തസ്മാത് യുദ്ധസ്വ. എത്ര വട്ടം പറയുന്നു? ഞാനത് വിശദീകരിക്കാനല്ല. ആ സംഭവം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എപ്പോഴും വല്ലാത്ത ചില ഗൂഢാലോചനകളുടെ ഭാഗമായി പരിശുദ്ധ ഇസ്ലാമിന് നേരെ പറയാറുണ്ട് ഖുർആൻ അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദയാലുതയുടെ പര്യായമായ മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ ജീവിതാവിഷ്കാരമായ മുഹമ്മദ് മുസ്തഫ, തന്റെ ശത്രുവിനോട് പോലും എത്രയോ മാരകമായ പീഡനങ്ങൾ ഏൽപ്പിച്ച ശത്രുവിനോട് പോലും നിങ്ങൾക്കിന്ന് പ്രതികാരത്തിന്റെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഭയരഹിതമായി ഭവനങ്ങളിലേക്ക് പോകാം എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിന്റെ ഉടമസ്ഥനായ മുഹമ്മദ് മുസ്തഫ. ആ നബിയെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു ഗ്രന്ഥം എന്ന് പറയുന്നതിന്റെ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റിനെ, അതിന്റെ ഒരു സന്ദർഭത്തെ മനസ്സിലാക്കാതെ പോകുന്നു എന്ന് പറയുന്നത് അപകടമാണ്. എല്ലാത്തിനും അതിൻ്റെതായ ആത്മീകമായും അല്ലാത്തയും ആയുള്ള പ്രാധാന്യങ്ങൾ ഉണ്ടാവാം. ഇതേ ഗീത തന്നെ അവസാനം മനുഷ്യരെല്ലാവരും സമമാണ് എന്ന് പറയുന്ന സമദർശിത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ സ്വഭാഗേജ, പിന്നെ ശുനിജൈവ സ്വഭാഗേജ പണ്ഡിത സമദർശിന. വിദ്യാവിനയ സമ്പന്നനായൊരു ബ്രാഹ്മണനായാലും
ഒരു പശുവിനോടും ഒരു ആനയോടും ഒരു നായയോടും ഒരു നായയെ തിന്നുന്ന മനുഷ്യരോടും, അതായത് എല്ലാ അർത്ഥത്തിലും താഴേക്കിടയിലുള്ള മനുഷ്യനോടും എല്ലാം ഒരുപോലെ പെരുമാറുന്നവനാണ് പണ്ഡിതൻ. അങ്ങനെയും പറയും. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒന്നിനെ മോശമാക്കാനല്ല, പക്ഷെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് മോശമാക്കുന്ന പ്രവണതയെ നമുക്ക് തടുക്കാനാണ്. ഏതെങ്കിലും ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു ഹദീത്തോ വെച്ചുകൊണ്ടല്ല ഇസ്ലാമിനെ അളക്കേണ്ടത്. എന്നാൽ ഇസ്ലാം ഏറ്റവും ശക്തമായി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പഠിക്കാനാണ്, അന്വേഷിക്കാനാണ്. ഏതൊരു ജനതയുടെ മുമ്പിലാണ് മുഹമ്മദ് നബി വന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ. അക്ഷരാഭ്യാസമില്ലാത്തൊരു ജനതയിലേക്കാണ് ഒരു പ്രവാചകനെ അയച്ചത്. ആ ജനതയ്ക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല. ആ ജനത ലോകം കണ്ട ഏറ്റവും തമോമയമായ ഒരു കാലത്തിന്റെ പ്രതിനിധികളായിരുന്നു. ദ ഹ്യൂമൻ ബ്രൂട്ട് എന്നാണ് ഗിബ്ബൻ വിശേഷിപ്പിച്ചത്. ദ ഹ്യൂമൻ ബ്രൂട്ട്, നരാധമന്മാർ, ഒരു തരത്തിലുമുള്ള മൃഗീയ സ്വഭാവങ്ങളിൽ നിന്നും വ്യതിരിക്തമെന്ന് പറയാനാവാത്ത നരാധമന്മാർ. ആ നരാധമന്മാർക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ എന്താ ചെയ്തത്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തു കൊടുത്തത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും അവർക്ക് പരിശുദ്ധമായ അറിവുകളെ, വേദജ്ഞാനത്തെയും അതോടൊപ്പം തന്നെ ബൗദ്ധികമായ അറിവിനെയും അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അവരെ അങ്ങനെ പരിഷ്കരിച്ചു, അവരെ പരിശുദ്ധരാക്കി, അവരെ സംസ്കരിച്ചു, അവരെ നാഗരിക സമൂഹത്തിന്റെ നായകരാക്കി. അവർ നാഗരിക സമൂഹത്തിന്റെ നായകന്മാരായി. അവർ ചരിത്രത്തിൽ അറിയപ്പെട്ടത് ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭരെന്ന പേരിലാണ്. അവർ അറിയപ്പെടേണ്ടിയിരുന്നത് ലോകം കണ്ട ഏറ്റവും അധമന്മാരെന്നായിരുന്നു. പക്ഷെ ആ അധമന്മാർ മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭരായി മാറി. അങ്ങനെ വന്നപ്പോ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ നിന്നിരുന്ന ആളുകൾ, അത്തരം ആളുകളോട്, ആ താഴേക്കിടയിൽ നിന്നിരുന്ന ആളുകൾ പോലും വിശുദ്ധ വിജ്ഞാനത്തിന്റെ വഴിയിൽ വന്നപ്പോ അവർ വലിയ ആളുകളായി മാറി. അവർ വലിയ ആളുകളായി. മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ നാഫി ബിൻ അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി, അദ്ദേഹം മക്ക ഉൾപ്പെടുന്ന മഹാനായ ഖലീഫയുടെ കാലത്ത്, അതായത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഗവർണറായിരുന്നു. നാഫി ബിൻ ഹാരിസ് ഒരിക്കൽ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഉസ്ഫൂൻ പോലെയുള്ള പ്രദേശങ്ങളുടെ ഗവർണർ പദവി ആർക്കാണ് താങ്കൾ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന്. ആ ചോദ്യം ഒരു വിമർശനത്തിന്റെയും സാമൂഹിക വിമർശനത്തിന്റെയും ഭാഗമായി ഉയർന്നു വന്ന ഒരു ചോദ്യത്തിന്റെ ഭാഗമാണ്. മഹാനവറുകൾ പറഞ്ഞു, ഇബ്നു അസ്സ എന്ന് പറയുന്നയാളെയാണ്, ഇബ്നു അബ്സ എന്ന് പറയുന്നയാളെയാണ് എന്ന് സയ്യിദുന ഉമർ പറയുമ്പോ അദ്ദേഹം ചോദിച്ചു, വമൻ ഇബ്നു അബ്സ, ആരാ ഇബ്നു അബ്സ? ഞങ്ങൾ ആരും അറിയാത്ത ഒരാളെ പിടിച്ച്. അപ്പൊ സയ്യിദുന ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അദ്ദേഹം ഹുവ മൗലം മിൻ മവാലീന, നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അടിമയാണ്. അങ്ങനെ പറയുമ്പോ ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫസ്തഖ്ലഫ്ത അലൈഹിം മൗലൻ, ഈ പ്രഗത്ഭരായ ഖുറൈശികൾ ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിന്റെ നേതൃത്വം താങ്കൾ ഏൽപ്പിച്ചത് ഒരു അടിമ വംശജനെയാണോ? അങ്ങനെ ഒരാളെ ഏൽപ്പിക്കാൻ പാടുണ്ടോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രോഷം കൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ കുറവ്? അദ്ദേഹം ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹി അസ്സ വജല്ല വ ഇന്നഹു ആലിമുൻ ബിൽ ഫറാഇൽ. അദ്ദേഹം അല്ലാഹുവിന്റെ വേദഗ്രന്ഥം പഠിച്ച ഒരാളാണ്. അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം അറിയുന്ന ഒരാൾ, പണ്ഡിതൻ. അതോടൊപ്പം തന്നെ ഇൽമുൽ ഫറാഇൽ, അഥവാ സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ അത്ഭുതത്തോടെ നോക്കുന്ന ഒന്നുകൂടിയാണ് സത്യത്തിൽ അനന്തരാവകാശ നിയമങ്ങൾ, ദ ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. സാധാരണ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയാറുള്ളത് അത് നിസ്ഫുൽ ഇൽമാണെന്നാണ്. ഇസ്ലാമിക ജ്ഞാനശാസ്ത്ര ശാഖകളിൽ അതിന്റെ പകുതിയോളം വരുന്ന അത്ര വലിയൊരു അറിവാണ് യഥാർത്ഥത്തിൽ ഇൽമുൽ ഫറാഇൽ. ആ ഇൽമുൽ ഫറാഇലിൽ ജ്ഞാനമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താ കുഴപ്പം എന്ന് മാത്രമല്ല, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ ഖിതാബി അഖ്വാമൻ വയലഉ ബിഹി ആഖരീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പരിശുദ്ധ ഗ്രന്ഥം കൊണ്ട് ഒരു ജനവിഭാഗത്തെ അല്ലാഹു ഉയർത്തി, ഒരു വിഭാഗത്തെ അല്ലാഹു താഴ്ത്തുകയും ചെയ്തു. എന്താ ഈ ഉയർത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? സമൂഹത്തിലെ പ്രാന്തവൽക്കരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഒരു ജനത പരിശുദ്ധ ഇസ്ലാമിന്റെയും ഖുർആന്റെയും ജ്ഞാനവഴിയിലൂടെ വളർന്നു വന്നപ്പോൾ അവർ ലോക ചരിത്രത്തിൽ തന്നെ അത്ഭുതങ്ങളായി, വലിയ അത്ഭുതങ്ങളായി. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ഉണ്ടെന്നോ. മഹാനായ
അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹുവിനോടാണ് അലക്സാണ്ടറിയുടെ ചക്രവർത്തിയായിരുന്ന സൈറസ് ഒരു കത്തിലൂടെ ആവശ്യപ്പെട്ടത്, താങ്കൾ ഞങ്ങൾക്ക് അയച്ചിട്ടുള്ള നിങ്ങളുടെ ഈ ദേശത്തെയും നിങ്ങളുടെ പ്രസ്ഥാനത്തെയും ആശയത്തെയും കുറിച്ച് പറയാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട പ്രതിനിധികളുടെ നേതാവ് ഞങ്ങളുമായി സംസാരിക്കാൻ യോഗ്യനല്ല, കാരണം അയാൾ ഒരു നീഗ്രോ ആണ്, അതുകൊണ്ട് തിരിച്ചു വിളിക്കണം. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ആണത്. അദ്ദേഹത്തിന്റെ മുഖത്ത് കറുത്ത പാടുകളുണ്ട്, വടുക്കളുള്ള, കണ്ടാൽ ആളുകൾക്കൊരു വിരൂപനെന്നും തോന്നിപ്പിക്കാവുന്ന ഒരു മനുഷ്യൻ. പക്ഷേ മഹാനായ അംർ ബിൻ അസ് എഴുതി തിരിച്ച്, അദ്ദേഹം ആലിമാണ്, പണ്ഡിതനാണ്. അങ്ങനെ ഒരു ആലിമായ മനുഷ്യന് അള്ളാഹുവിന്റെ ദീൻ നൽകിയിട്ടുള്ള സ്ഥാനം ചെറുതല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ അഅലമും അത്ഖയുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കറുത്തോ വെളുത്തോ ഇരിക്കുന്ന ആ ചർമ്മത്തിലേക്ക് നോക്കിയല്ല അദ്ദേഹത്തിന്റെ വലിപ്പം ഞങ്ങൾ തിരിച്ചറിയുന്നത്. അദ്ദേഹത്തിന്റെ വലിപ്പം തിരിച്ചറിയുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ജ്ഞാനത്തിൽ, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലും അതുപോലെ തന്നെ ഫിഖഹിലുമൊക്കെ ജ്ഞാനിയായ, അള്ളാഹുവിനെ സൂക്ഷ്മമായി പേടിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിപ്പമുണ്ട്. തിരിച്ചു വിളിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നായിരുന്നു. ഞാൻ പി കെ ഹിറ്റി എന്ന പ്രഗത്ഭനായ ചരിത്രകാരൻ എഴുതുന്നുണ്ട്, ഹി വാസ് ഷോക്ക്ഡ് ടു റിസീവ് ഹിം. പ്രഗത്ഭനായ ഈ സൈറസ് ഹി വാസ് എ പാട്രിയാർക്കിസ്, അദ്ദേഹം ഒരു പാട്രിയാർക്കിസ് ആയിരുന്നു, അതായത് ഒരു മതപുരോഹിതനാണ്, പാത്രിയാർക്കിസ്. പക്ഷെ ആ പാത്രിയാർക്കിസ് എന്ന മതപുരോഹിതൻ ശരിക്കു പറഞ്ഞാൽ ക്രൈസ്തവ മതമേലധ്യക്ഷൻ കൂടിയായ സൈറസ് ആണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ നീഗ്രോ ആയ അടിമ വന്നപ്പോ തിരിച്ചു വിളിക്കാൻ ഭരണാധികാരിയോട് ആവശ്യപ്പെട്ടത്. തിരിച്ചു വിളിക്കല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹത്തെ സ്ഥാപിച്ചു. നോക്കണം നിങ്ങൾ, അങ്ങനെയാണ് ഇസ്ലാം. അങ്ങനെയാണ് ഇസ്ലാം എന്ന് പറയാൻ കാരണം ആ ഇസ്ലാം നേടിയെടുത്തത് ജ്ഞാന വഴിയിലൂടെ ഒരു സമൂഹത്തിന്റെ ഉദ്ധാനമായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ് ഉമർ തന്നെ ചോദിക്കുന്നുണ്ട് ഒരിക്കൽ, നമ്മൾ ഇസ്ലാമിക സമൂഹത്തിന്റെ മുഴുവൻ ചീഫ് കമാൻഡർ ആക്കിയിട്ടുള്ളത് ആരെയാണ്? അപ്പോ സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് നേരത്തെ ആക്കിയ ആളെ തന്നെയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട ഒരു പുത്രനെ പോലെ ജീവിക്കുകയും അടിമകളുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്ന സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ്. മഹാനായ പ്രവാചകനുമായി അവരുടെ ബന്ധം കൊണ്ട് സാധാരണ അവരെ ഹിബ്ബുർ റസൂൽ എന്ന് വിളിക്കാറുണ്ട്, നബിയുടെ പ്രേമഭാജനം. അങ്ങനെ മഹാനായ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാകുന്ന ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ആണ് സത്യത്തിൽ ഇസ്ലാമിക ഗവൺമെന്റിന്റെ, അതായത് പ്രവിശാലമായ ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ മുഴുവൻ ചീഫ്. അപ്പോ അബൂബക്കറിനോട് ഉമർ ചോദിച്ചു, ഈ സമയത്ത് കലുഷിതമാണ് നമ്മുടെ ഈ അന്തരീക്ഷം. നബി തിരുമേനി വഫാത്തായപ്പോ ചിലരെങ്കിലും പറഞ്ഞു അങ്ങനെ വഫാത്തായ ഒരു പ്രവാചകനിൽ വിശ്വസിക്കുന്നില്ലെന്ന്. അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ റിദ്ദത്ത് വന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു ഛിദ്രത വന്ന ഒരു കാലത്താണ്. അതുകൊണ്ട് ഖുറൈശികൾക്കൊരു പരിഭവമുണ്ട്, അവരാരും നേതാവാകാതെ അവർക്കുമേൽ ഇങ്ങനെ ഒരാളെ നേതാവാക്കുകയോ. ഒരടിമയുടെ പുത്രൻ മഹാനായ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ താടിക്ക് പിടിച്ച് മഹാനായ ഉമർ ബിൻ ഖത്താബിനോട് ചോദിക്കുന്നുണ്ട് സിദ്ദീഖ്, ഇസ്തഅമലഹു റസൂലുള്ളാഹ്, ആ മനുഷ്യനെ അള്ളാഹുവിന്റെ റസൂലല്ലേ ഉദ്യോഗമേൽപ്പിച്ചത്? ആ ഔദ്യോഗിക പദവിയിൽ നിന്ന് മാറ്റണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ, നിങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഒരു പ്രമേയം പാസാക്കിയിട്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയാൽ പോലും മുഹമ്മദ് മുസ്തഫ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ ഞാൻ തയ്യാറല്ല. അദ്ദേഹത്തിന്റെ യോഗ്യത ഒന്ന് മുഹമ്മദ് മുസ്തഫയുമായുള്ള ബന്ധവും മുഹമ്മദ് നബിയിൽ നിന്ന് പരിശുദ്ധമായ ഇൽമ് നേടിയെടുക്കുകയും ചെയ്തിരുന്നു എന്ന വലിപ്പവുമാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടത്. ഞാൻ പറയുന്നത് സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വലിപ്പം ഇസ്ലാം ഏറ്റവും പ്രധാനമായി പറഞ്ഞതും ഇതാണ്. മനുഷ്യന് ജ്ഞാനമുണ്ടാകുമ്പോഴാണ് അയാൾ വലുതാവുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവന്റെ സ്വഭാവ മഹിമകളെ വലുതാക്കിയെടുക്കുന്നതിൽ ഈ ജ്ഞാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിശുദ്ധ ഖുർആൻ വിജ്ഞാനം നേടാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തെരഞ്ഞെടുത്ത ഒരു പറ്റം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ അടിമകളിൽ നാം പ്രത്യേകം തെരഞ്ഞെടുത്തൊരു പറ്റം ആളുകൾക്ക് നാം വേദഗ്രന്ഥത്തിന്റെ അനന്തരം കൊടുത്തു. അവരെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അവരിൽ ചിലർ അവരുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാകണമെന്നില്ല. അവരുടെ കൂട്ടത്തിൽ സ്വന്തം ആത്മാവിനോട് തെറ്റു ചെയ്തവരുണ്ട്. സാമാന്യമായി ഇസ്ലാമിക ജീവിതം അല്ലെങ്കിൽ ആധാർമിക ജീവിതം നയിച്ചു പോയവരുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിൽ, അള്ളാഹുവിന്റെ ജ്ഞാനമാർഗത്തിൽ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിലെല്ലാം കാര്യമായി പണിയെടുത്തവരുണ്ട്.
ആയത്തിനെ കുറിച്ച് മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 3 പേരും രക്ഷപ്പെട്ടവരാണ്. എന്തുകൊണ്ടെന്നാൽ ആദ്യം അള്ളാഹു സെലക്ട് ചെയ്തവരാണവർ. ജ്ഞാനത്തിന് അള്ളാഹു സെലക്ട് ചെയ്ത ഒരു ടീമിനെ പിന്നെ അവരെ പരാജയപ്പെടുത്താൻ അള്ളാഹുവിന് കഴിയില്ലാത്തത് കൊണ്ട് തന്നെ 3 പേരും രക്ഷപ്പെട്ടതാണെന്ന് മുഹമ്മദ് നബി. അതായത് തെറ്റു ചെയ്താലും മഗ്ഫൂറുൽ ലഹു ആണ്. ഞാൻ ആർക്കെങ്കിലും വേണ്ടി പറയാണ് എന്ന് വിചാരിക്കേണ്ട. മുസ്ലിയാക്കന്മാർ അവർക്ക് വേണ്ടി ന്യായം ഉണ്ടാക്കാണെന്നും പറയണ്ട. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അത് ളാലിമുൽ ലിനഫ്സിഹി മഗ്ഫൂറുൽ ലഹു. ആ തെറ്റു ചെയ്തയാളും പൊറുക്കപ്പെട്ടയാണ്. മഹാനായ ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നിടത്ത് 2 വിഭാഗം പണ്ഡിതന്മാരെ അദ്ദേഹം വിശദീകരിക്കുമ്പോഴും ഒരു ഹദീസ് വളരെ പ്രധാനമായി പറയുന്നു. ആ ഹദീസ് ഇതാണ്: നിങ്ങളെ ശിക്ഷിക്കാൻ ഞാൻ നിങ്ങൾക്ക് ജ്ഞാനം തന്നിട്ടില്ല എന്നായിരുന്നു. അല്ലാഹ്, നിങ്ങളെ ശിക്ഷിക്കാൻ ഞാൻ നിങ്ങൾക്ക് ജ്ഞാനം തന്നിട്ടില്ല. നിങ്ങളുടെ ജ്ഞാനത്തിന്റെ മഹിതമായ അതിന്റെ വലിപ്പം കൊണ്ട് നിങ്ങൾക്ക് പോകാം എന്ന് അള്ളാഹു പറയും എന്ന് മുഹമ്മദ് മുസ്തഫ. വിജ്ഞാനത്തിന്റെ വലിപ്പം ആർക്കാണ് നേടാനാവുക എന്നതിനെ കുറിച്ചൊക്കെ വേറെ ചർച്ചയാണ്. പക്ഷെ ഒരു കാര്യം, വിജ്ഞാനം മാത്രമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. വിജ്ഞാനം മാത്രമാണ് അവന്റെ സ്വഭാവ മഹിമയിലേക്ക് എത്തുന്നത്. ഏത് വിജ്ഞാനം? നമുക്കിന്ന് കേവല ജ്ഞാനങ്ങളുണ്ട്, അറിവുകളുടെ ഒരു കൂട്ടായ്മയായി. ഫാക്ട്സ്, ഡാറ്റാസ്, കുറെ ഡാറ്റകൾ എഴുതി വെച്ചാൽ വേണമെങ്കിൽ അതൊരു ഡിക്ഷണറിയോ ഒരു സർവ്വവിജ്ഞാന കോശമാക്കാം. പക്ഷേ അതൊരിക്കലും വലിയൊരു മഹാനായ മനുഷ്യനാകുന്നില്ല. ആരാ വലിയ മനുഷ്യനാവാം? ഇന്ത്യയുടെ ജ്ഞാന തത്വചിന്തയെക്കുറിച്ച്, ദാർശനികതയെക്കുറിച്ച് വളരെ നന്നായി പറഞ്ഞ ഒരാൾ സ്വാമി വിവേകാനന്ദനാണ്. വിവേകാനന്ദൻ സൂചിപ്പിക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ദ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. കുറെ വിവരങ്ങൾ കൂട്ടിവെച്ചാലൊന്നും വിദ്യാഭ്യാസമില്ല. അതിങ്ങനെ തലയിൽ കിടന്ന് കറങ്ങി കറങ്ങി ആത്മസംഘർഷത്തിന്റെയും അന്തസംഘർഷത്തിന്റെയും വഴിയിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാനാവും. സത്യത്തിൽ മനുഷ്യനെ നിർമ്മിക്കുന്ന, അവന്റെ സ്വഭാവ നിർമ്മാണത്തിന് ആവശ്യമാകുന്ന ഒരു വിദ്യാഭ്യാസം, അതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. വിജ്ഞാനത്തിനൊരു ദലീലുണ്ട്. ആ ദലീൽ അവന്റെ അമലാണ്, അവന്റെ ജീവിതമാണ്, അവന്റെ ജീവിതത്തിന്റെ സുഗന്ധമാണ്. ആ ജീവിത സുഗന്ധത്തിന് സാധ്യമാകുന്ന ഒരു വിജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. അതിനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾ പ്രധാനമാണ്. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മരണാനന്തരവും നിലക്കാത്തൊരു പ്രവാഹമായി നിൽക്കുന്നത്, ഒന്ന് സദഖത്തുൻ ജാരിയയാണ്, മറ്റൊന്ന് ഇൽമുൻ യുന്തഫഉ ബിഹി, പ്രയോജനം ചെയ്യുന്ന ഇൽമാണ്. നബി തിരുമേനി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുവേ പ്രയോജനം ചെയ്യാത്ത അറിവിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന്. പ്രയോജനം ചെയ്യാത്ത അറിവ്, ആധുനിക മനുഷ്യന്റേത് പ്രയോജനം ചെയ്യാത്ത അറിവായി മാറാൻ. എന്തൊക്കെ പഠിച്ചു നാം, എന്തൊക്കെ നേടി നാം. ഇന്ന് ഇന്ത്യ ഇനി പോകാൻ പോകുന്നത്, ഇനി ഈ സ്പേസ് ഒക്കെ വിടാൻ ബഹിരാകാശത്ത് പോയിരിക്കാൻ പോകുകയാണ് ഇന്ത്യ. പക്ഷേ അപ്പോഴും മനുഷ്യനെ കാണാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയുന്നുണ്ടോ? മനുഷ്യനെ അവിടെ പാർപ്പിക്കാൻ ആലോചിക്കുമ്പോഴും സ്വന്തം മണ്ണിലേക്കെങ്ങാനും ഏതൊക്കെ വർണ്ണത്തിൽ, ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവൻ വരണം എന്ന് നിശ്ചയിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടം പോലും. മുസ്ലിം വരണോ? പോകണം. മറ്റാരെങ്കിലും വരോ? സ്വീകരിക്കണം. ഈ അതിർത്തിയിൽ ഇന്നയാളെ പാടുള്ളൂ എന്ന് പറയുന്ന തരത്തിലേക്ക് അപരത്വ നിർമ്മാണം നടത്തുകയാണ്. മാറ്റി ഓരോരുത്തരെയും ഇന്നയാൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. എന്തുകൊണ്ടാണ്? ഇതൊരു മനുഷ്യനെ കാണാൻ കഴിയുന്ന മനുഷ്യത്വം ഇല്ലാതെ പോയതുകൊണ്ടാണ്. ആ മനുഷ്യനെ കാണാൻ കഴിയുന്ന മനുഷ്യത്വം എവിടെന്നേ കിട്ടൂ? അത് കിട്ടണമെങ്കിൽ ഈ വിജ്ഞാനം, അതായത് ശരിയായ ജ്ഞാനത്തിലേക്ക് എത്തണം. അതുകൊണ്ടാണ് നബി തിരുമേനി പറഞ്ഞു, വിജ്ഞാനം പ്രയോജനകരമല്ലെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. വിജ്ഞാനം പ്രയോജനകരമാകണം. അവന്റെ ജീവിതത്തെ, അവന്റെ സ്വഭാവത്തെ, അവന്റെ 2 ജീവിതങ്ങളെയും വിജയിപ്പിക്കാൻ സാധ്യമാകുന്നതായി അത് മാറ്റാൻ കഴിയണം. പണ്ഡിറ്റ് ജവഹർലാൽ ഈ ശാസ്ത്രത്തിന്റെ നവോത്ഥാന ചരിത്രം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒടുക്കം ഒന്നുണ്ട്, വാട്ട് വിൽ ബി ദ റിസൾട്ട് ഓഫ് ഓൾ ദിസ്? എന്തായിരിക്കും ഈ ശാസ്ത്രം ഇങ്ങനെയൊക്കെ വളർന്നിട്ട് കിട്ടാവുന്ന ഏറ്റവും അവസാനത്തെ പണി? ഒരുപക്ഷെ നാഗരികതകളുടെ തകർച്ചയാകും. ജനസഹസ്രങ്ങൾ, കോടിക്കണക്കിന് മനുഷ്യർ, ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യന്റെ, അവന്റെ നേരെ ബോംബ് പായിക്കപ്പെടുകയും അവനങ്ങനെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ മരിച്ചു തീരുകയും ചെയ്യുന്ന മനുഷ്യത്വത്തിന്റെ സാർവത്രികമായ നാശത്തിന് കാരണമാകുന്നതിനപ്പുറം ഈ വിദ്യാഭ്യാസം എന്തു നേടി എന്ന് ജവഹർലാൽ ചോദിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വിജ്ഞാനം പ്രയോജനമല്ലെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ.
ആ വിജ്ഞാനം നാഫിയാകണം, ഇൽമു നാഫിയാകണം. പിന്നെ ആ ഇൽമു നേടി വരുന്ന കുഞ്ഞ് തന്റെ പിതാവിന്റെയും തന്റെ മാതാവിന്റെയും ഖബറിന്റെ അടുക്കൽ വന്ന് നിൽക്കണം. എന്നിട്ട് പറയണം, അല്ലാഹ് ഇതെന്റെ മാതാവും പിതാവുമാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി അബീ അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മി എന്ന് പറയാൻ കഴിയണം. വലദുൻ സാലിഹുൻ യദ്ഊല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പറഞ്ഞ പ്രയോഗത്തെ മുഴുവനും വിശദീകരിക്കാനുണ്ട്. സമയത്തിന്റെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു. ആ പറഞ്ഞ പ്രയോഗം വലദുൻ സാലിഹുൻ എന്ന് മാത്രമല്ല, സച്ചരിതനായ ഒരു സന്താനം എന്ന് മാത്രമല്ല അവിടെ പറഞ്ഞു വെച്ചത്, യദ്ഉ ലഹു പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ആ പിതാവിന് ഒരു പുത്രൻ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, ആ പിതാവിന് ആ പുത്രൻ എന്തൊക്കെയാണോ പ്രാർത്ഥനയിൽ ഉള്ളടക്കമാക്കി വച്ചിട്ടുള്ളത് അതിന്റെ പ്രതിഫലം ലഭ്യമാകുന്നു എന്നതോടൊപ്പം തന്നെ അത്തരമൊരു മകൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന നേരത്ത് അത്തരമൊരു മകന് ജന്മം നൽകിയിട്ടുള്ള പിതാവിന് പ്രത്യേകമായ ഒരു അവാർഡ് ലഭ്യമാകും എന്നാണ്. നാളെ അള്ളാഹുവിന്റെ സവിധത്തിൽ അത്തരം പിതാവും മാതാവും ചില പ്രത്യേകമായ അവാർഡുകൾ അണിയിക്കപ്പെടും എന്നാണ്. അപ്പോൾ അവർ ചോദിക്കുക തന്നെ ചെയ്യും, ബിമ ഉൽബിസ്ന, എന്താണിത്? ഞങ്ങൾക്ക് എന്തിനാണ് ഈ ആഭരണവും ഈ മനോഹരമായ വസ്ത്രവും ഈ കിരീടവും? അപ്പൊ പറയും, മക്കളെ ഖുർആൻ പഠിപ്പിച്ചില്ലേ, പരിശുദ്ധ ഇസ്ലാമിന്റെ ജ്ഞാനശാഖകളിലേക്ക് കൊണ്ടുപോയില്ലേ, അതിനൊക്കെ കിട്ടുന്ന ഏറ്റവും മനോഹരമായ ഒരു അവാർഡ് താങ്കൾക്ക് നൽകുകയാണ്, അങ്ങനെ നൽകണം എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് മലക്കുകൾ പറയും എന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഏത് അവാർഡാ കിട്ടേണ്ടത്? നമുക്ക് കിട്ടേണ്ട അവാർഡ്, ഞാൻ എല്ലാ ജ്ഞാനശാഖയെയും ഒരുപോലെ തന്നെ പറയുന്നു. ഒരു കുട്ടി ഡോക്ടറായാൽ തെറ്റാണെന്ന് ഞാൻ പറയില്ല, ഒരു കുട്ടി സയന്റിസ്റ്റ് ആയാൽ തെറ്റാണ് എന്ന് പറയില്ല. സയന്റിസ്റ്റ് ആകുമ്പോഴാണല്ലോ അവൻ ഒരു പക്ഷെ കൂടുതൽ അള്ളാഹുവിനെ അറിയാം. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ആലിമീങ്ങളാണ് അള്ളാഹുവിനെ പേടിക്കുന്നതെന്ന് പറയുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്ത് മുഴുവനും ശരിക്കു പറഞ്ഞാൽ മതത്തെക്കുറിച്ചല്ല, മറിച്ച് ഈ പർവ്വതങ്ങൾ, ഈ ഭൂമി, ഈ ഭൂമിയിലെ വ്യത്യസ്തതകൾ, ഇതിന്റെ വൈവിധ്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. സയന്റിസ്റ്റ് അതുകൊണ്ടല്ലേ പഠിച്ചു പോയി അവസാനം എല്ലാം പറഞ്ഞു തീർക്കുമ്പോ ഒടുക്കം എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ട്, എന്താണ് ഇതിന്റെയൊക്കെ ഉള്ളടക്കം. സ്റ്റീഫൻ ഹോക്കിൻസ് അവസാനത്തെ പേജിൽ പറഞ്ഞു, നാം ഇങ്ങനെ ആലോചിച്ചു പോകുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പ്രസക്തമാകുന്നുണ്ട്, മറ്റൊന്നുമല്ല, എന്തിനീ പ്രപഞ്ചം എന്നാണ്. വൈ ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ്, എന്തിനാണ് പ്രപഞ്ചം? ആ ചോദ്യം ചോദിച്ചാൽ നമുക്ക് ദൈവത്തെ കാണേണ്ടി വരും. വി വിൽ ഫൈൻഡ് ദ മൈൻഡ് ഓഫ് ഗോഡ്, നാം ദൈവത്തിന്റെ മനസ്സ് കണ്ടെത്തും. അപ്പൊ എത്ര അന്വേഷിച്ചു പോകുമ്പോഴും ഇങ്ങനെ ഒന്നുണ്ട്. പക്ഷെ അതൊക്കെ അന്വേഷിപ്പിക്കാനും അതെല്ലാം ചെയ്യിപ്പിക്കാനും സാധ്യമാകുന്ന ഒരു ജ്ഞാനശാഖയായി യഥാർത്ഥത്തിൽ ഇസ്ലാമിക ജ്ഞാനങ്ങൾ നിൽക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന പണി അയാൾക്ക് മതജ്ഞാനത്തിൽ അല്ലെങ്കിൽ മതശാസ്ത്രജ്ഞാനത്തിൽ വലിയ വിവരം കൊടുക്കലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, അവിടെ ഖൈർ നിരുപാധികമായൊരു പ്രയോഗമാണ്. നന്മ, എന്തൊക്കെ നന്മകൾ വരാം. ഇത് ഖുർആൻ പറയാൻ, അള്ളാഹു ഉദ്ദേശിച്ചവർക്കാണ് അവന്റെ വേദജ്ഞാനത്തിന്റെ പൊരുള് അള്ളാഹു തരിക. ആ ജ്ഞാനത്തിന്റെ പൊരുളിൽ എല്ലാം ഉണ്ട്, ശാസ്ത്രമുണ്ട്, അതിൽ പിന്നെ രാഷ്ട്രീയമുണ്ട്, അതിൽ സാമൂഹിക ശാസ്ത്രമുണ്ട്, അതിലെല്ലാം ഉള്ളടക്കുന്നുണ്ട്. അതിലെല്ലാം ഉള്ളടങ്ങിയത് കൊണ്ടാണ് റബ്ബുൽ മശ്രിഖൈൻ റബ്ബുൽ മഗ്രിബൈൻ എന്ന് സൂറത്തുർ റഹ്മാൻ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ചു പോയ ആളാണ് മുഹമ്മദ് മുസൽ ഖവാരിസിം. അദ്ദേഹമാണ് അമേരിക്കൻ കോണ്ടിനെന്റ് കണ്ടെത്തിയതെന്നാണ് അറബ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. നമ്മളിങ്ങനെ മനഃപ്പാഠം പഠിച്ചിട്ടുണ്ട്, കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അറബ് ചരിത്രകാരന്മാർ പറയുന്നു, ഇദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നു. നിങ്ങൾക്ക് ഞാൻ വായിക്കാൻ തരുന്നു, ദ ലോസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന മോർഗന്റെ പുസ്തകം വായിക്കണം. എത്ര മനോഹരമായി അറബ് കാലം, അറബ് ജീവിതം, അറബ് സമൂഹം നേടിയെടുത്തിട്ടുള്ള ഒരു നവോത്ഥാനം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം മുസ്ലിം ഒന്നല്ല, ഒരു യൂറോപ്യൻ ചരിത്രകാരൻ. ലോസ്റ്റ് ഹിസ്റ്ററി, അതൊരു വല്ലാത്ത വർത്താനാണ് യഥാർത്ഥത്തിൽ. കാരണം നഷ്ടപ്പെട്ടുപോയ ചരിത്രം, അതെ, മുസ്ലിം നഷ്ടപ്പെട്ടുപോയ ചരിത്രത്തെ തിരിച്ചു പിടിക്കണം. ആവതില്ലാതെ നീങ്ങലല്ല, ആവതോടെ നീങ്ങാൻ
ആത്മാവ് ഉണരണം. അതിനാവശ്യം വിജ്ഞാനമാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ നാട് എത്ര അനുഗ്രഹീതമാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു കാലം സ്വപ്നം കണ്ടു നടന്നിരുന്ന ഒരു മഹാപണ്ഡിത വൃന്ദം നമുക്കുണ്ടായി. ആ പണ്ഡിത നേതൃത്വത്തെ നോക്കിയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി എന്ന മുസ്ലിം സമൂഹത്തിന്റെ ഈ സമീപകാല നവോത്ഥാനത്തിന്റെ എന്തെങ്കിലും ചരിത്രം എഴുതുമ്പോൾ അതിന്റെ രാജകുമാരനായി വാഴിക്കപ്പെടേണ്ടത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെയാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറഞ്ഞു, സമസ്തയുടെ പരിശുദ്ധരായ ആ പണ്ഡിത സഭയോട് പറഞ്ഞു, നാം ഇനി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മദ്രസയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്ത് പോയി നിങ്ങൾ ഈ വ്യവസ്ഥാപിത സംവിധാനമുള്ള മദ്രസ കണ്ടെത്തണം, കാണാനാവില്ല. പശ്ചിമ ബംഗാളിൽ യാത്ര ചെയ്ത സമയങ്ങളിൽ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അവിടുത്തെ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ, അവിടുത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ ഒക്കെ അതിന്റെയൊക്കെ ദാരുണാവസ്ഥ കണ്ടിട്ട് ഇവിടെ നോക്കുമ്പോൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറഞ്ഞു, നമുക്ക് മതവിദ്യാഭ്യാസത്തിന് സംവിധാനം വേണം. സമസ്തയുടെ പണ്ഡിതന്മാർ ആലോചിച്ചു, അവർ കൃത്യമായ ഗവേഷണം നടത്തി, അതിനൊരു ഏകീകൃത സിലബസ് ഉണ്ടായി. ഇന്ന് ആ സിലബസ് വീണ്ടും വീണ്ടും നിരന്തരം പരിഷ്കരിക്കുകയും പ്രഗത്ഭരായ സൈക്കോളജിസ്റ്റുകളും അക്കാദമിസ്റ്റുകളും എല്ലാം ഒരുമിച്ചിരുന്ന് അത് വേണ്ട പോലെ നിരന്തരം പരിഷ്കരിച്ചിറക്കുമ്പോൾ 10,000 മദ്രസയുമായി സമസ്ത നിൽക്കുകയാണ്. 10,000 മദ്രസ മാത്രമല്ല, അവർ സെക്കൻഡറിയും കടന്ന് ഹയർ സെക്കൻഡറിയിലെത്തി. പിന്നീട് അതിനുശേഷം ഈ കുട്ടികൾ ദാറുൽ ഹുദയിലോ അല്ലെങ്കിൽ അതുപോലെ CIC-യിലോ അങ്ങനെ ഒരുപാട്, ഇവിടെ വന്നാൽ മാലിക്കി എന്ന ഇവിടെ കൊടുക്കുന്ന ബിരുദത്തിനും നമ്മൾ ചെയ്യുന്ന രീതി ഇതാണ്. 2 തരത്തിലുള്ള, അതായത് ആധുനികമായ മതേതര വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഈ ജ്ഞാനശാഖയും ഒരുമിച്ചു ചേർത്ത് അവന്റെ ഈ സാമൂഹികമായി അവന്റെ വ്യക്തിത്വപരമായ വികാസത്തിന് ആവശ്യമായതെല്ലാം നമ്മൾ കൊടുക്കുന്നു. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അതിന് കഴിയുന്ന ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും അതിനാവശ്യമാകുന്ന സാമ്പത്തികവും അല്ലാത്തതുമായ പിന്തുണയും നൽകുന്ന ഒരുപാട് വലിയ മനുഷ്യരുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ സുമനസ്സുകൾക്ക് 2 ലോകത്തും അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്തു കൊടുക്കട്ടെ. ഞാൻ പറയുന്നത്, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ പഠിച്ചു. ഞാൻ പണ്ടൊരു സുഹൃത്ത് ഒരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒന്നും അറിയില്ലായിരുന്നു, പക്ഷെ ഒറ്റ കാര്യമുണ്ടായി. മുത്തഫരീദ് ഓതിയതിന്റെ ഒരു ഗുണമുണ്ടായിരുന്നു. അറബിയുടെ മുമ്പിൽ ചെന്നപ്പോൾ തുറാബ് എന്ന് പറയാൻ കിട്ടി, മാവ് എന്ന് പറയാൻ കിട്ടി. അവനാകെ അത്ഭുതപ്പെട്ടു. ആ ഒറ്റ കാരണത്താൽ ഞാൻ രക്ഷപ്പെട്ടു. ആരാ ഇവിടുന്ന് പോയത്? ലോഞ്ചിൽ കയറിപ്പോയവൻ. പക്ഷെ അവിടെ ചെന്ന് അറബിയോട് സംസാരിച്ചപ്പോൾ സാമാന്യമായി അറബിക്ക് പോലും അത്ഭുതം തോന്നാവുന്ന ഒരു ഫസാഹത്ത് ഈ പാവം മലയാളിക്കുണ്ടായി. ആ മലയാളി അവിടെ രാജാവായി. അവിടെ തന്നെ താമസിക്കാമെന്ന് അറബി പറയുന്നിടത്തേക്ക് മലയാളി എത്തി. അങ്ങനെയൊക്കെ മലയാളിയെ അറബി ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു സംസ്കൃതിയുടെ പ്ലാറ്റ്ഫോം മദ്രസയിൽ നിന്ന്. അങ്ങനെ നമ്മുടെ മക്കൾ മദ്രസയിൽ പഠിച്ചു. പിന്നെ അവർ പിന്നീട് അതിന്റെ ഉന്നതമായ വിദ്യാഭ്യാസ വഴിയിലെത്തി. എത്രത്തോളം ഇംഗ്ലീഷ് ഭാഷാ നിഘണ്ടുവിടെ അതിപ്രധാനപ്പെട്ട നിഘണ്ടു തിരുത്താൻ പോലും സാധ്യമാകുന്ന ജ്ഞാനം നേടിയെടുക്കാൻ, എന്നിട്ട് ആ അധികാരികൾ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് തിരിച്ചെഴുതാൻ ഏറനാട്ട മാപ്പിളക്കുട്ടിക്ക് യോഗ്യതയുണ്ടായത് സമസ്തയെപ്പോലെ ഈ മഹാസംഘടനകൾ നടത്തിയിട്ടുള്ള ജ്ഞാന വിപ്ലവമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാതാപിതാക്കളെ, നിങ്ങൾ വേറെ ഒന്നും പോകണ്ടെന്നോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കേണ്ടെന്നോ ഒന്നുമല്ല. പക്ഷെ ഇതിന് പ്രാധാന്യം കൊടുക്കണം, ഇൽമിന് പ്രാധാന്യം കൊടുക്കണം, ഇസ്ലാമിക ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇല്ലെങ്കിൽ എന്തോ ആവും. പണ്ടേതൊരു നോവലിൽ വായിച്ച പോലെ കാറിലിങ്ങനെ യാത്ര ചെയ്യാണ്, മാതാവും പിതാവും, അതായത് വൃദ്ധ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ മകനും മകന്റെ മകനും. വൃദ്ധ മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ ഏൽപ്പിച്ച് തിരിച്ചു പോരുമ്പോ ഈ കുഞ്ഞുമോനിങ്ങനെ ഈ റോഡ് മാത്രം ശ്രദ്ധിക്കുന്നു. അവനൊന്നും മിണ്ടുന്നില്ല. അവസാനം ഈ പിതാവ് ഈ ചെറുപ്പക്കാരൻ ഈ കുഞ്ഞുമോനോട് ചോദിച്ചു, മോനെ എന്തേ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു? അപ്പൊ അച്ഛനോട് നിഷ്കളങ്കമായ ഈ കുഞ്ഞിന്റെ മറുപടി വന്നു, അച്ഛാ, ഞാൻ ആ റോഡൊക്കെ കൃത്യമായി നോക്കിയിരുന്നു, മറ്റൊന്നല്ല, പിന്നീട് ഒരിക്കൽ അച്ഛനെ ഇതുപോലെ കൊണ്ടാക്കണ്ടേ, അവിടെ കൊണ്ടേ ആക്കണല്ലോ. ഇപ്പോ അച്ചാച്ചനെയും അമ്മാമ്മയെയും ഏൽപ്പിച്ചതുപോലെ അമ്മയെയും അച്ഛനെയും അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കാനുള്ളതല്ലേ. ഈ നിഷ്കളങ്കമായ കാപ്പട്യം ഞാൻ എങ്ങനെ വിളിക്കട്ടെ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ കുഞ്ഞിനെ എത്തിച്ചതാരാ? ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. എങ്കിൽ ആ ഉന്നത വിദ്യാഭ്യാസത്തോട് ചേർത്തു നിർത്തേണ്ട ഒന്ന് മതവിദ്യാഭ്യാസമാണ്. മതമറിയണം, അതറിയേണ്ട പോലെ അറിയുകയും വേണം. എവിടെന്നോ വായിച്ചെടുത്തതാണെങ്കിൽ അതും അപകടമാണ്. ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് മതം പഠിക്കാം, ആയത്തു ഹദീസൊക്കെ പഠിക്കാം. പക്ഷെ ഗൂഗിളിൽ കഴിഞ്ഞ പ്രളയകാലത്ത് ആരോ തമാശ പറയുന്നത് കേട്ടതാണ്. അങ്ങനെ ആരോ ഗൂഗിൾ സെർച്ച് ചെയ്ത് അങ്ങനെ റോഡ് മാപ്പ് നോക്കി പോയി അവസാനം ഗൂഗിൾക്ക് അറിയില്ലായിരുന്നു, ഗൂഗിളിന് അറിയില്ലായിരുന്നു
പാലം മുങ്ങിയിരിക്കുന്നുവെന്ന് അറിഞ്ഞില്ലായിരുന്നു, അങ്ങ് പോയി. സത്യത്തിൽ അതാണ്. ഗൂഗിൾ മനുഷ്യനല്ല, ഗൂഗിൾ സത്യത്തിൽ തലച്ചോറുള്ള ഒന്നല്ല, അതൊരു മിഷൻ, അതൊരു യന്ത്രമാണ്. അതിൽ നിന്നല്ല പഠിക്കേണ്ടത്, മനുഷ്യനിൽ നിന്ന് പഠിക്കണം. മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തിൽ നിന്ന്, പിന്നെ അങ്ങനെ വന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരിൽ നിന്ന് അങ്ങനെ പഠിച്ചു. അങ്ങനെ പഠിച്ചു വരുമ്പോൾ അതിന്റെ പൂർണ്ണജ്ഞാനത്തിന്റെ ആത്തരം കൈവഴികൾ മറഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ ഈ നാട്ടിലെ എല്ലാവരും കരഞ്ഞു. മഹാനായ അത്തിപ്പറ്റ മുഹ്യിദ്ദീൻ കുട്ടി മുസ്ലിയാർ വഫാത്താകുമ്പോൾ ആ നാട്ടിലെ അയൽപ്പക്കത്തിരുന്ന് കരഞ്ഞത് ഓമലയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നഷ്ടം. അങ്ങനെ പറയാൻ കഴിയുന്ന വിധം മതം അതാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ് ശരിയായ മനുഷ്യൻ. ആ ശരിയുടെ കൂടെ നിൽക്കണം. ആ രീതിയിൽ മതം പഠിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഈ സ്ഥാപനവും അതുപോലെയുള്ള ഒരു ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ഒരു മഹിതമായ ഒരു ഉദാഹരണമായി നിൽക്കാൻ അസാസ് എന്ന പേരിൽ അതായത് ആധുനിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും കൂടെ സ്വാഭാവികമായും ഇന്ത്യയുടെ ദർശനത്തെയും സംസ്കാരത്തെയും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മാധ്യമം നിലക്ക് സംസ്കൃത ഭാഷ ഉൾപ്പെടെയുള്ള ഭാഷകളും പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഇപ്പോൾ 4-ാം വർഷത്തിലേക്ക് കടന്നു. ഇനിയും ഉയരണം. ഈ ഉമ്മത്തിന്